നമസ്കാരം. ഇന്നത്തെ പത്രത്തിൽ അത്യന്തം ഭയാനകമെന്നോ ഭീകരമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വാർത്തയുണ്ട്. ഒന്നാമത്തെ പേജിൽ തന്നെ തിരുവനന്തപുരത്ത് 31 വയസ്സ് മാത്രം പ്രായമുള്ള നീതു എന്ന യുവതി അവിടെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള സർജറിക്ക് വിധേയയായി. ഇതേ തുടർന്ന് ഈ യുവതിയുടെ സ്ഥിതി അത്യന്തം വഷളാവുകയും അവൾക്ക് ആന്തരികമായിട്ട് അണുബാധ ഉണ്ടാവുകയും ഇപ്പോൾ അവളുടെ ഇടത് കാലിലെ 5 വിരലുകളും ഇടത് കൈയിലെ 4 വിരലുകളും നീക്കം ചെയ്ത് ദുസ്സഹമായ ഒരു അവസ്ഥയിൽ കിടപ്പിലാണെന്നതാണ് വാർത്ത. പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ഇതിനകം ചികിത്സയ്ക്ക് ചിലവായി എന്നാണ്. വീട് പണിയാനായിട്ട് വെച്ചിരുന്ന കാശാണ് അത് മുഴുവൻ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായി എന്ന് അദ്ദേഹം പറയാം. ഈ പെൺകുട്ടി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, 2 കുട്ടികളുടെ അമ്മയാണ്, ഇരട്ട കുട്ടികളുടെ അമ്മയാണ്. എന്തിനു വേണ്ടിയാണ് നീതു ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? സർജറി എന്നാൽ സുഖകരമായ ഒരു പ്രോസസ്സാണെന്നാണോ നീതു കരുതിയിരുന്നത്? ഈ യുവതി അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനായിട്ട് സർജറി ചെയ്യാൻ പോയത് തന്നെ അവൾ കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. അങ്ങനെ അവൾ പോയതിൻ്റെ പിന്നിൽ അവൾക്ക് മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെക്കുറിച്ചോ ആരോഗ്യകരമായിട്ട് ശരീരത്തിൽ നിന്നും കൊഴുപ്പ് കുറയ്ക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ പെൺകുട്ടി ധരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്നോ ഒക്കെ ആയിരിക്കാം. കാരണം കൊളസ്ട്രോളിനെ വളരെ വലിയൊരു വില്ലനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം. ഇതുപോലെ വലിയൊരു തട്ടിപ്പിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ്. കൊളസ്ട്രോൾ പുറത്തു നിന്ന് വരുന്നതല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ശരീരം കൊളസ്ട്രോളും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഉണ്ടാക്കുന്നത്. ഇത് രണ്ടുമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഗ്ലൂക്കോസിനെയും കൊളസ്ട്രോളിനെയും വില്ലന്മാരാക്കി ചിത്രീകരിച്ച് അത് കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്ത് ആൾക്കാരുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു കച്ചവട വൈദ്യശാസ്ത്രം ഇവിടെ നിലനിൽക്കുമ്പോൾ നീതുവിനെ പോലെ കൊഴുപ്പിനെ ഭയപ്പെടുന്ന നിരവധി പേര്, ആധുനിക വിദ്യാഭ്യാസം കിട്ടി അറിവില്ലാത്ത നിരവധി പേര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാകും. ഇത്തരക്കാരുടെ അറിവില്ലായ്മ മുതലെടുക്കുകയാണ് ഇവിടുത്തെ കഴുകക്കണ്ണുകളോട് നോക്കിയിരിക്കുന്ന പല ആശുപത്രികളും. തീർച്ചയായിട്ടും ചുരുക്കം നല്ല ചില ആശുപത്രികൾ കണ്ടേക്കാം, ചില നല്ല ഡോക്ടർമാർ കണ്ടേക്കാം, ആവശ്യമില്ലാത്ത സർജറിക്ക് റെക്കമെൻഡ് ചെയ്യാത്ത നിരവധി ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിൽ കണ്ടേക്കാം. പക്ഷേ ആവശ്യമില്ലാത്ത സർജറിക്ക് നിർബന്ധിക്കുന്ന നിരവധി ഡോക്ടർമാരും ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നീതുവിനും ഈ അബദ്ധം പറ്റിയത്. നീതുവിന് വണ്ണക്കൂടുതലുണ്ടായിരുന്നോ അതോ കുറവായിരുന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വണ്ണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ജ്ഞാനം പക്ഷേ നീതുവിനില്ലാതെ പോയി. മാത്രമല്ല, സ്വാഭാവികമായിട്ട് അല്ലാതെ ഒരാൾക്ക് തടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പല വഴികളുണ്ട്. സുഗമമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട്. നീതുവിന് ഏതെങ്കിലും ഒരു ജിമ്മിൽ പോകാമായിരുന്നു, നല്ലൊരു ഡയറ്റിലേക്ക് മാറാമായിരുന്നു, പ്രകൃതി ചികിത്സയ്ക്ക് പോകാമായിരുന്നു, പ്രകൃതി ജീവനത്തിൻ്റെ ഡയറ്റ് പിന്തുടരാമായിരുന്നു, ഒരു നാട്ടുവൈദ്യനെ കാണാമായിരുന്നു, ഒരു നാട്ടുവൈദ്യനെ കണ്ട് അദ്ദേഹം പറയുന്ന ഡയറ്റിലേക്ക് പോകാമായിരുന്നു, ചില കഷായങ്ങളൊക്കെ വാങ്ങി കുടിക്കാമായിരുന്നു. ഒരുപാട് വഴികളുണ്ട്. സൈക്ലിംഗ് ചെയ്യാമായിരുന്നു. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്വാഭാവികമായിട്ട് അത് കുറയ്ക്കാൻ നിരവധി മാർഗങ്ങളുള്ളപ്പോൾ അത്യന്തം അപകടമുണ്ടാക്കുന്ന സർജറിയിലേക്ക് നീതു പോയത് നീതുവിൻ്റെ തന്നെ തെറ്റാണ്. നമ്മൾ ഒരു സർജറി തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴാണ്? മറ്റൊരു മാർഗവും ഇല്ലാത്തപ്പോഴാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടാകും. ആ രോഗാവസ്ഥയെ മറികടക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് മാറ്റുക എന്നതാണ്. ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക എന്നതാണ്. നമുക്ക് വ്യായാമം ചെയ്യുന്ന ശീലമില്ലെങ്കിൽ നമ്മൾ തുടങ്ങുക എന്നതാണ്. നമ്മൾ ശരിയായിട്ട് ഉറങ്ങാതെ ഉറക്കമിളച്ചിരുന്ന് മൊബൈൽ നോക്കുകയോ TV കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് മാനസിക സമ്മർദ്ദമുണ്ടെങ്കിൽ ആ സമ്മർദ്ദത്തെ മറികടന്ന് മനസ്സിനെ സന്തോഷമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതശൈലിയെ ഒന്ന് പുനഃക്രമീകരിച്ചു കഴിഞ്ഞാൽ മാറാത്ത രോഗങ്ങളില്ല. ഏത് രോഗവും മാറും. പക്ഷെ എന്നിട്ടും നമുക്ക് രോഗം മാറുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് മരുന്നുകളിലൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കുകയാണ്. അതിന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിരവധി വൈദ്യശാസ്ത്രങ്ങളിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിൻ്റെ മെഡിസിനാണ്. ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പാർശ്വഫലങ്ങളില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ കഴിക്കാവൂ. നിങ്ങൾക്ക് മരുന്ന് തരുന്ന ഡോക്ടറോട്, അത് ആയുർവേദമായാലും ഹോമിയോ ആയാലും സിദ്ധയായാലും യുനാനി ആയാലും അലോപ്പതി ആയാലും, തരുന്ന മരുന്ന് നിങ്ങൾക്ക് മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഡോക്ടറുടെ പക്കൽ നിന്ന് നിങ്ങൾ ഗ്യാരണ്ടി വാങ്ങും. അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ കഴിക്കൂ. അങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ച് നമ്മൾ ആ പ്രശ്നത്തെ മറികടക്കാൻ നോക്കണം. എന്നാൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും എല്ലാ വഴികളും നോക്കിയിട്ടും നമ്മുടെ രോഗാവസ്ഥ മാറുന്നില്ല, അതിന് സർജറി മാത്രമേ ഉള്ളൂ വഴി എന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ നമ്മൾ സർജറിക്ക് പോകാവൂ. അല്ലാതെ ഒരു കാരണവശാലും ശരി നമ്മൾ നമ്മുടെ രോഗം മാറാനായിട്ട് സർജറി തിരഞ്ഞെടുക്കരുത്. അതുപോലെ തന്നെ ആധുനിക കാലത്ത് പല ആൾക്കാർക്കും വണ്ണമുള്ള ശരീരമുണ്ടെങ്കിൽ
എന്തോ വലിയൊരു കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള വാർത്തകളും നമുക്ക് സിക്സ് പാക്ക് ഉണ്ടായിരിക്കണം, മെലിഞ്ഞ ശരീരം ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള തരത്തിലുള്ള ഫീച്ചറുകളും പല ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കും വണ്ണം കുറയണം, എനിക്കും സിക്സ് പാക്ക് വേണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വണ്ണം കൂടുതലുണ്ടെങ്കിൽ അതെന്താ മോശം കാര്യമാണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ആൾക്കാരുടെയും ശരീരങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് വണ്ണമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജനിതകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ ശരീരം മെലിഞ്ഞതാണെങ്കിലും അത് നിങ്ങളുടെ ജനിതകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് നിരവധി ആൾക്കാരും അറിയാം, ഒന്ന് വണ്ണം വെക്കാൻ വേണ്ടി വലിച്ചു വാരി തിന്നിട്ടും അല്പം പോലും മാംസം അവരുടെ ശരീരത്തിൽ വരുന്നില്ല. എന്നാൽ വണ്ണം കുറയാൻ വേണ്ടി നന്നായിട്ട് ഉപവാസം പോലും നടത്തിയിട്ടും കുറയാത്ത ആൾക്കാരെയും എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ശരീരഘടന എങ്ങനെയാണോ നിങ്ങൾ അതിൽ സന്തോഷിക്കുക. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ എന്ന് മാത്രമാണ്. എന്താണ് ആരോഗ്യം? മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് നടക്കാൻ ത്രാണിയില്ല. നിങ്ങൾ പറയുമ്പോൾ മെലിഞ്ഞ ആൾക്കാണ് ആരോഗ്യമുള്ളതെന്ന്. നേരെ മറിച്ച് വണ്ണമുള്ള ഒരു വ്യക്തി, അയാൾ ഓടാൻ ചാടാം. നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ നടൻ മോഹൻലാൽ തന്നെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന് നല്ല വണ്ണമുണ്ട്, പക്ഷേ അദ്ദേഹം വളരെ ഫ്ലെക്സിബിൾ ആണ്. അദ്ദേഹം നല്ല രീതിയിൽ വ്യായാമം ചെയ്യും, ഒരു കുഴപ്പവുമില്ല. മെലിഞ്ഞിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ വണ്ണമോ മെലിഞ്ഞിരിക്കുന്നതോ ഒന്നുമല്ല ആരോഗ്യത്തിന്റെ അടിസ്ഥാനം, മറിച്ച് നിങ്ങൾക്കുള്ള കായികക്ഷമതയാണ്. അത് നേടിയെടുക്കാൻ നിങ്ങളുടെ ശരീരത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വണ്ണമുള്ളതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് വണ്ണമുണ്ടായിട്ട് നിങ്ങൾക്ക് നടക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾ മെലിഞ്ഞിരുന്നിട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമില്ല. അപ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ശരീരം മെലിഞ്ഞതാണോ അല്ലെങ്കിൽ വണ്ണിച്ചിരിക്കുകയാണോ എന്നുള്ള കാര്യത്തിലല്ല, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ്. നീതുവിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തത്തിൽ ചെന്നപ്പെടില്ലായിരുന്നു. എന്തായാലും ശരി, അവൾക്ക് പറ്റിയ ഈ ദുരന്തം നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ ക്രൂരതകളുടെ ലിസ്റ്റിൽ ഒന്നുകൂടി ആയിരിക്കുകയാണ്. നീതുവിൻ്റെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഈ കുട്ടിയുടെ ജീവിതം ഇത്തരത്തിൽ താറുമാറാക്കിയവരെ നിങ്ങൾ വെറുതെ വിടരുത്. അവരുടെ പക്കൽ നിന്നും നിങ്ങൾ മതിയായ കോമ്പൻസേഷൻ നേടിയെടുക്കുക മാത്രമല്ല, മാതൃകാപരമായിട്ട് ഈ തെറ്റ് ചെയ്ത വ്യക്തികളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കത്തക്കവണ്ണം കോടതിയിൽ പോവുകയും വേണം. കോടതിയിൽ നിന്നുമുള്ള ഇടപെടലിൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഇനിയുമെങ്കിലും ആശുപത്രികൾ നടത്താൻ പാടില്ല. വണ്ണം കുറയ്ക്കാനും അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനും ഒക്കെ വരുന്ന ആൾക്കാർക്ക് നല്ല അഡ്വൈസ് കൊടുത്ത് നാച്ചുറലായിട്ട് അത് സാധിച്ചെടുക്കണം എന്ന് പറഞ്ഞു വിടുന്നതിന് പകരം അവരെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി അവരിൽ നിന്നും പണം ഊറ്റുന്ന ഈ ദുഷിച്ച പ്രവണതയ്ക്ക് ഒരു അന്ത്യമുണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകണം. ഒരു കാരണവശാലും ശരി മാനസികമായിട്ട് തളരരുത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, നമുക്ക് അതിനെ തിരുത്താൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. താങ്ക് യു.